മഹാവിഷ്ണുവിന്റെ നാലാമത്തെ അവതാരമായ നരസിംഹമൂർത്തിയെയാണ് വിഷ്ണുമൂർത്തി തെയ്യമായി കെട്ടിയാടുന്നത്. മകനായ പ്രഹ്ലാദന്റെ വിഷ്ണുഭക്തി കണ്ട് കലിപൂണ്ട അസുരരാജൻ ഹിരണ്യകശിപു പുത്രനെ വധിക്കാൻ നോക്കിയിട്ടും തന്റെ വിഷ്ണുഭക്തി കൊണ്ട് പ്രഹ്ലാദൻ അതൊക്കെ മറികടക്കുകയാണുണ്ടായത്. എവിടാ നിന്റെ നാരായണൻ എന്നലറിക്കൊണ്ടുവന്ന ഹിരണ്യകശിപുവിനോട്, എന്റെ നാരായണൻ ഈ ജഗത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനാണ്, തൂണിലും തുരുമ്പിലും സർവ്വചരാചരങ്ങളിലും അവൻ വസിക്കുന്നുവെന്നും പ്രഹ്ലാദൻ മറുപടി കൊടുത്തു. പ്രഹ്ലാദന്റെ മറുപടിയിൽ കോപം പൂണ്ട ഹിരണ്യകശിപു, എന്നാൽ ഈ തൂണിലുണ്ടോ നിന്റെ ഭഗവാൻ എന്ന് പറഞ്ഞു തന്റെ കൊട്ടാരത്തിലെ തൂണ് അടിച്ചു തകർത്തു. തൂണിൽ നിന്നും പുറത്തു ചാടിയ നരസിംഹമൂർത്തി ത്രിസന്ധി കുമ്മറപ്പടിയിൽ വെച്ച് ഹിരണ്യാശന്റെ കുടൽ പിളർന്ന് രുതിരപാനം ചെയ്ത് സംഹാരമൂർത്തിയാം ശ്രീനാരായണൻ. ആ മഹദ്വേളയിൽ 14 ലോകങ്ങളും പരമാനന്ദം പൂണ്ടു. ദേവദുന്ദുബികൾ മുഴങ്ങി. ദേവഗണങ്ങൾ ദേവാദിദേവനെ വാഴ്ത്തി. സ്വർഗലോകങ്ങളിൽ നിന്നും പുഷ്പവൃഷ്ടികളുണ്ടായി. കൊട്ടും കുഴൽവിളി നാദത്തോടെ അപ്സര കന്യകമാർ മയൂര നൃത്തമാടി. താപസന്മാർ നാരായണനാമം ജപിച്ചു. മാലോകർ മുഴുവൻ ഭഗവാനെ സ്തുതിച്ചു. ഭൂമിയും ആകാശവും പാതാളവും വിഷ്ണുമായയിൽ ആനന്ദ ലഹരിയിലായി. നരസിംഹമൂർത്തിയുടെ ഈ രൗദ്രഭാവമാണ് വിഷ്ണുമൂർത്തി തെയ്യത്തിലൂടെ ആവിഷ്കരിക്കുന്നത്.